അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറ്റവും പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്ന വളരെ ആവശ്യമുള്ള പ്രസക്തമായ ഒരു വിഷയം ആണ്. നമ്മുടെ കണ്ടന്റിൽ പറഞ്ഞതുപോലെ സ്പീക്ക് ലെസ് ലിസൺ മോർ, റിയാക്ട് ലെസ് ഒബ്സർവ് മോർ. ഇത് നമ്മുടെ ജീവിതത്തിന്റെ വലിയൊരു മാറ്റത്തിന് കാരണമാകുന്ന ഒരു സ്റ്റഡിയാണ്. നാം എപ്പോഴും നമ്മുടെ വിഷയങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വരുമ്പോൾ ആളുകൾ കൂടുതൽ ഉള്ള ഭാഗത്തേക്ക് ഓടിച്ചെല്ലുകയും സഹായങ്ങൾ ചോദിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു അന്തരീക്ഷമാണ് സാധാരണ കണ്ടുവരുന്നത്. സത്യത്തിൽ അതിന്റെ ആവശ്യമില്ല. ഒരു വിജയിക്കുന്ന വ്യക്തിയുടെ ഒന്നാമത്തെ ലക്ഷണം അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങളിലും വിഷമങ്ങളിലും പ്രതിസന്ധിയിലും പ്രയാസങ്ങളിലും ഏകാന്തതയിലേക്ക് പോവുക എന്നതാണ്. നമ്മൾ നമ്മുടെ പ്രശ്നങ്ങൾ 100 പേരെടുത്ത് പറഞ്ഞു നടക്കുന്നതല്ല വിജയം. അവിടെ സ്പീക്ക്ലെസ് ആകണം. നമ്മുടെ വിഷയത്തിൽ നമ്മുടെ സംസാരത്തിൽ നമ്മൾ നിർത്തുക, കുറയ്ക്കുക. ലെസൺ മോർ, എന്താണ് മറ്റുള്ളവർക്ക് പറയാനുള്ളത്, ആ വിഷയം നമ്മൾ കേൾക്കുക. അതുപോലെ റിയാക്ട് ലെസ്, നമുക്കെതിരെ വരുന്നവർക്ക് നാം എതിരായി അവരെ മറുപടി പറയാനും അവരോടൊപ്പം ചേർന്ന് കൊടിപിടിക്കാനും നാം പോകണ്ട. റിയാക്ട് ലെസ്, റിയാക്ട് ചെയ്യുക, അത് കുറയ്ക്കുക. ഒബ്സർവ് മോർ, എന്താണ് നടക്കുന്നതെന്ന് വീക്ഷിക്കുക. നല്ല സൂക്ഷ്മ വീക്ഷണം നമുക്കുണ്ടാകണം. ഇത് നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും വിജയിക്കണം എന്ന് ആഗ്രഹമുള്ള എല്ലാവരും ഫോളോ ചെയ്യേണ്ട ഒരു വിഷയമാണ് ഈ പറഞ്ഞത്. ഞാൻ ഈ പറഞ്ഞ ഏകാന്തത എന്ന് പറയുന്നത് സ്വന്തം ശരീരത്തെ, സ്വന്തം മനസ്സിനെ ആദ്യം സ്നേഹിക്കുക. നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കണം എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. ഏകാന്തതയിൽ ഇരുന്നു കൊണ്ട് ഞാൻ എന്നെ തന്നെ സ്നേഹിക്കുക. ആ ഏകാന്തതയിൽ ഇരിക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്താന്ന് ചോദിച്ചാൽ തന്റെ സ്വയം കഴിവുകളെ ഇരട്ടിയാക്കാൻ കഴിയും. മറ്റൊരാള് അടുത്തിരുന്നാലോ മറ്റൊരു വിഷയത്തിലേക്ക് പോയാലോ നമ്മുടെ വിഷയം നടക്കൂല. അപ്പൊ നാം സ്വയം നമ്മുടെ കഴിവുകളെ ഇരട്ടിയാക്കാൻ നാം ഏകാന്തത പാലിച്ചാൽ അത് വിജയിക്കും. അതുപോലെ ഈ ഏകാന്തതയിൽ ഇരിക്കുമ്പോൾ തന്നെ പുതിയ കാര്യങ്ങളിലേക്ക് ചുവടുവെപ്പുണ്ടാക്കണം. വല്ലതും പഠിക്കുന്നതില്, അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ അനുഭവിച്ചതിൽ നിന്നും മറ്റൊരു പാഠം, ഇങ്ങനെയുള്ള പുതിയ ചുവടുവെപ്പും പുതിയ പഠിത്തങ്ങളിലേക്കും നമ്മുടെ ഏകാന്തതയെ നാം കൊണ്ടെത്തിക്കണം. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ കുറ്റങ്ങളും കുറവുകളും ഈ ഏകാന്തതയിൽ നമുക്ക് തിരുത്താൻ കഴിയും. ഏകാന്തതയിലേക്ക് പോകുന്നവർക്കേ ഇതൊക്കെ നടക്കുകയുള്ളൂ. എല്ലാവരുമായി മിങ്കിളായി വായിക്കുവ പറഞ്ഞ് നടന്നാൽ ഒന്നും ക്ലിയർ ചെയ്യാൻ പറ്റൂല. ഏകാന്തതയിലേക്ക് മാറിക്കഴിഞ്ഞാൽ 1 by 1 ആയിട്ട്, വേർഡ് ബൈ വേർഡ് ആയിട്ട്, ആക്ഷൻ ബൈ ആക്ഷൻ ആയിട്ട് നമ്മുടെ പ്രശ്നങ്ങൾ നമുക്ക് ഓരോന്ന് ചിന്തിച്ചെടുത്ത് അതങ്ങനെ ആയിരുന്നു, ഇങ്ങനെ ആയിരിക്കേണ്ടതാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ആകണമായിരുന്നു, ഇങ്ങനെയൊക്കെയുള്ള പുതിയൊരു മോഡിഫിക്കേഷൻ ലൈഫിൽ നമുക്ക് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെയാണ് നമ്മുടെ സാഹചര്യം നോക്കി നിൽക്കുന്ന, അല്ലെങ്കിൽ നമ്മളോട് നടക്കുന്ന അവസരവാദികളുണ്ട്. അവരെക്കാൾ നമുക്ക് നല്ലത് നമ്മുടെ ഒറ്റപ്പെട്ട ഏകാന്തതയാണ്. കാര്യം, നമ്മളൊരു കാര്യം പറയുമ്പോൾ നമ്മൾ നോക്കി ചിരിക്കുക, നമ്മൾ മാറിക്കഴിയുമ്പോൾ മറ്റുള്ളവരിടത്തേക്ക് നമ്മുടെ കുറ്റവും കുറവും പറയുക. അങ്ങനെ അവസരവാദികളായ ആളുകൾ, ഈ അവസരവാദികളുടെ ഒന്നാമത്തെ ലക്ഷണം അവര് എപ്പോഴും അഭിനയിക്കാൻ വലിയ കഴിവാണ്. ഭയങ്കര അവർ ചിരിയും, അതായത് സ്വന്തം ആയിട്ട് പുകഴ്ത്തി പറയും. അത് ഈ അവസരവാദികളുടെ ലക്ഷണമാണ്. ഞാൻ അങ്ങനെ ആയിരുന്നു, ഞാൻ ഇങ്ങനെ ആയിരുന്നു, ഞാൻ എനിക്ക് അതുണ്ടായിരുന്നു, ഇതുണ്ടായിരുന്നു, ഞാനല്ല തെറ്റ് എന്നൊക്കെ അവർ പറയുന്ന ഒരു ശൈലി, അത് ഈ അവസരവാദികളുടെ ഒരു ലക്ഷണമാണ്. അതുപോലെ നമ്മുടെ സ്വന്തമായിട്ട് ഈ ഏകാന്തതയിൽ സ്വയം ഇംപ്രൂവ് ആകാൻ ഒരാളെയും നാം കാത്തു നിൽക്കരുത്. ആ ആളുണ്ടായിരുന്നെങ്കിൽ
എനിക്ക് കുറച്ചും കൂടി ഉയരാമായിരുന്നു. അങ്ങനല്ല, നാം നമ്മുടെ മനസ്സിനെയും നമ്മുടെ ബുദ്ധിയെയും ഏകാന്തതയിൽ പിടിച്ചു നിർത്തി നാം സ്വയം ഇംപ്രൂവ് ആകണം. അതുപോലെ നമ്മുടെ പാർട്ട്ണർ എന്ന് പറയുന്നത് എന്റെ പാർട്ട്ണർ ഞാൻ തന്നെയാകണം. നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങൾ ഓരോരുത്തരുമാകണം. മറ്റൊരാളെ നമ്മുടെ പാർട്ട്ണറിലേക്ക്, പാർട്ണർഷിപ്പിലേക്ക് കൊണ്ടുവരരുത്. നമ്മുടെ പാർട്ട്ണർ നമ്മൾ തന്നെയാണ്. നമുക്ക് നമ്മുടേതായ വ്യക്തിത്വമുണ്ട്, നമുക്ക് നമ്മുടേതായ തീരുമാനമുണ്ട്. ആ ഒരു നിലപാട്, അതാണ് നമ്മുടെ പാർട്ട്ണർ എന്ന് പറയുന്നത് നാം തന്നെയാണ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. അതുപോലെ നാം ചിലപ്പോൾ പറയും മൂഡ് ഓഫ് ആയെന്ന്. മൂഡ് ഓഫ് ആയി എന്ന് പറയുന്ന അതേ സമയത്ത് തന്നെ ആ മൂഡ് ഓൺ ആക്കേണ്ടത് നമ്മളാണ്. നമ്മുടെ ഓഫായ മൂഡ് മറ്റൊരാൾക്ക് ഓണാക്കാൻ കഴിയുമോ? ഒരിക്കലുമില്ല. അപ്പൊ നമ്മുടെ സ്വയം മൂഡ് ഓഫ് എന്ന് ചിന്തിക്കുന്ന അതേ സമയം തന്നെ അതിനെ മൂഡ് ഓൺ ആക്കാൻ നമ്മൾ പരിശ്രമിച്ച് ഏകാന്തതയിലൂടെ ഈ പ്രശ്നങ്ങൾ മുഴുവനും നമുക്ക് പരിഹരിക്കാൻ കഴിയും. ഈ പറഞ്ഞ വിഷയങ്ങൾ നമ്മൾ മറ്റൊരാളിലേക്ക് ഇത് എന്റെ കാര്യമല്ലല്ലോ, മറ്റൊരാളുടെ വിഷയമാണല്ലോ എന്ന് ചിന്തിക്കുന്നത് പരാജിതരുടെ ലക്ഷണമാണ്. മറ്റൊരാളിന് ഉയർന്നതുപോലെ എന്തുകൊണ്ട് എനിക്ക് പറ്റുന്നില്ല, അതാണ് ചിന്തിക്കേണ്ടത്. അങ്ങനെ മറ്റൊരാളെ പോലെ ഉയരണമെങ്കിൽ നമ്മൾ പലയിടത്തും താഴ്ന്നു കൊടുക്കേണ്ടി വരും. അത് അറിവുമായി ബന്ധപ്പെട്ട വിനയത്തിന്റെ ഒരു കടമ്പയാണ്. എന്നാൽ ഇറങ്ങിത്തിരിക്കുന്ന ചുവടുവെപ്പുകളിൽ കാല് പിന്നോട്ട് വെച്ചുള്ള ശീലം പാടില്ല. മുന്നോട്ട് പോവുക. ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, വിവരം കെട്ടവരുടെ മുൻഭാഗത്ത് നിന്ന് എത്രയും പെട്ടെന്ന് നാം തടി മാറ്റിക്കൊടുക്കണം. ഒരിക്കലും വിവരം കെട്ടവരുടെ മുമ്പിൽ നിന്ന് കൊടുക്കരുത്. കാരണം അവർക്ക് വിവരം ഇല്ല എന്നത് തന്നെയാണ് പ്രധാനം. അതിന്റെ വിവരം ഉണ്ട് എങ്കിൽ നമുക്ക് മണിക്കൂറുകളോളം അവരുടെ മുമ്പിൽ നിൽക്കാം. കാരണം വിവരമുണ്ടല്ലോ, അതുകൊണ്ട് അതനുസരിച്ച് പ്രതികരിക്കും. വിവരമില്ലെങ്കിലോ അവരുടെ വായിക്ക് തോന്നുന്നത് കോതയ്ക്ക് പാട്ട് എന്ന് പറഞ്ഞ കണക്ക് അങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഇത് വിവരം പഠിക്കാൻ വേണ്ടി അല്ലെ വിവരം ആഗ്രഹിക്കുന്ന നമ്മളുടെ സമയം പാഴാക്കി കളയും. അപ്പൊ അതുകൊണ്ട് ഏകാന്തതയിലാണ് നമ്മുടെ ജീവിതം. ഏകാന്തതയിൽ നിന്ന് നമുക്ക് ഒരുപാട് വിഷയങ്ങൾ കെട്ടിപ്പടുക്കാൻ കഴിയും. അതിനുള്ള എല്ലാ അവസരങ്ങളും അനുഗ്രഹങ്ങളും സർവശക്തൻ നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.